ഹലോ കൂട്ടുകാരെ, തുരുമ്പിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ വീഡിയോയും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ റീസൺ എക്സ്പ്ലെയിൻ ചെയ്യാനും അതേപോലെ നമുക്ക് പുതിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ തമ്മിലൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ കാര്യം മനസ്സിലായി കാണും. ചില്ലറ പണിയൊന്നുമല്ല ഗൈസ്, അത്യാവശ്യം നല്ല വലിയ പണി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഹിമാലയനെ നന്നായിട്ട് എടുത്തിട്ടൊന്ന് ഊക്കിയായിരുന്നു. ഇനി അതുകൊണ്ട് പണി കിട്ടിയതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പണി കിട്ടിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഹൈലി ഡിസപ്പോയിൻറ്റിങ്. അതും കൂടെ ഞാൻ എടുത്ത് പറയേണ്ടി വരും. എനിക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് ഈ ബൈക്കിൽ നമ്മളിപ്പോൾ ബൈക്ക് പ്രത്യേകിച്ച് ഈ റൈഡേഴ്സിന് ഉള്ളൊരു സംഭവമാണ്, ബൈക്കുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ബൈക്കിന് എന്തെങ്കിലുമൊക്കെ പണി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് മെൻ്റലി ഭയങ്കരമായിട്ട് ഡൗൺ ആവും. അപ്പോൾ അതേപോലൊരു ഇതാണ് എനിക്ക്. ബിക്കോസ് ഒരു മെമ്പർ പോലെയാണ്, ഒരു ഫാമിലി മെമ്പർ പോലെയാണ് വണ്ടിയെ ട്രീറ്റ് ചെയ്യുന്നത്. നിക്ക് നെയിമൊക്കെ ഉണ്ട്, വീട്ടിൽ വിളിക്കുന്ന പേരൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഒരുപാട് ഒന്ന് കത്തി അടിക്കാണ്ട് നമ്മുടെ സബ്ജക്റ്റിലോട്ട് പോവാണ്. എന്താ ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. മീൻസ് സെക്കൻഡ് സർവീസ് വരെ എങ്ങനെയെങ്കിലും ഈ വണ്ടി ഒന്ന് എത്തിക്കണം, അതായത് പണിയൊന്നും ഇല്ലാതെ എത്തിക്കണം എന്ന് ഭയങ്കരമായിട്ട് ഞാൻ അത് പൊന്നുപോലെ നോക്കിക്കൊണ്ടിരുന്നത്. എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ആദ്യം ഫുൾ ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് GS ആണ്. അവൻ എന്നെക്കാട്ടിലും ഒരു 6-7 മാസം മുന്നേ എടുത്താണ് വണ്ടി. അപ്പോൾ അവൻ ഇതേപോലെ ബാറ്ററി ഇഷ്യൂ വന്നു. എന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാവില്ല, ഈ മീറ്റർ എല്ലാം ഓൺ ആവും, ഫ്രണ്ടിലെ DRL എല്ലാം കത്തും, ഇൻഡിക്കേറ്റർ എല്ലാം വർക്കിംഗ് ആണ്, എല്ലാ ഫംഗ്ഷൻസും ഓക്കെയാണ്. പക്ഷേ നമ്മൾ ഇഗ്നീഷൻ സ്റ്റാർട്ടാക്കിയിട്ട് ഇത് ചെയ്യുമ്പോൾ ഫ്യൂൽ ഇഞ്ചക്ടർ ഓൺ ആകുന്ന സൗണ്ട് ഉണ്ടല്ലോ, എന്ന് പറഞ്ഞ സൗണ്ട് കേട്ടിട്ട് ഇത് ചെയ്യുമ്പോൾ ഇത് ഇഗ്നീഷൻ സ്റ്റാർട്ടാക്കുമ്പോൾ നമ്മൾ സെൽഫ് എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് വണ്ടി അങ്ങ് ഒന്നും ഇല്ല, ജസ്റ്റ് ഒരു ടിക്ക് സ്പാർക്ക് പ്ലഗിൻ്റെ സൗണ്ട് കേട്ടങ്ങ് പോവും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങിയ സമയത്തായിരുന്നു ഈ ഇഷ്യൂ വന്നിട്ടുള്ളത്. അപ്പോൾ അവന് നല്ല പണി കിട്ടി. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിപ്പോയി. പക്ഷേ എനിക്ക് വന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിപ്പോൾ ഏകദേശം നിയർലി 8,000 കിലോമീറ്റേഴ്സ് ആയിട്ടുണ്ട്. അവനും ഏകദേശം സെയിം കിലോമീറ്റേഴ്സാണ്. ബട്ട് എനിക്ക് എവിടെ ഡിസപ്പോയിൻറ്റിങ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വണ്ടി എടുത്തിട്ട് 5 മാസമേ ആയിട്ടുള്ളൂ. 5 months എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 5 മാസത്തിൽ ബാറ്ററി കംപ്ലയിൻറ്റ് വരാമെന്ന് പറയുന്നത് ഭയങ്കര ഡിസപ്പോയിൻറ്റിംഗ് ആണ്. ബിക്കോസ് ഈ ഒരു വലിയൊരു ബ്രാൻഡിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനൊരു സംഭവം വരുമ്പം ഒബ്വിയസ്ലി ഡിസപ്പോയിൻറ്റിംഗ് ആണെന്ന് പറയേണ്ടി വരും. അപ്പോൾ വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ മസ്റ്റായിട്ട് എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കാനായിട്ട് നോക്കുക. ബിക്കോസ് ഇത് പ്രീമിയം വണ്ടിയാണ്, 2 വർഷം അതിൽ വാറണ്ടി ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ബാറ്ററി ചേഞ്ച് ചെയ്യാൻ നിൽക്കുകയെന്നുണ്ടെങ്കിൽ കുടുംബം എഴുതി വിൽക്കേണ്ടി വരും. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്റ്റെൻഡഡ് വാറണ്ടി പ്ലാൻസ് ഉണ്ടാവും, എക്സ്ട്രാ കുറച്ച് എമൗണ്ടും കൂടെ ഉണ്ടാവും, അത് കൊടുത്തിട്ട് വണ്ടി എടുക്കാനായിട്ട് നോക്കുക. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ. വേറെ റൈഡിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതേപോലെ നേരത്തെ ഉണ്ടായിരുന്ന സെയിം അഭിപ്രായം തന്നെയാണ്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാം എന്താണ് അവസ്ഥയെന്ന്. ഇന്നിപ്പോൾ ഇത് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. ഇനി ഒരു ചെറിയൊരു വീഡിയോ എടുക്കാനുണ്ട്, ഒരു അൺബോക്സിങ് വീഡിയോ എടുക്കാനുണ്ട്. അപ്പോൾ അതും കൂടെ എടുത്തു കഴിഞ്ഞാൽ നേരെ പോവുകയാണ്, കഴക്കൂട്ടത്തോട്ട് പോവുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ഒരു തവണ ഇതേപോലെ സ്റ്റാർട്ടിങ് ട്രബിൾ വന്നിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് വന്നു. അപ്പോൾ ഇവൻ ഈ ഇഷ്യൂ പറഞ്ഞതുകൊണ്ട് എനിക്ക് അപ്പം തന്നെ ബാറ്ററി മാറണമെന്ന് എനിക്ക് തോന്നി. കാര്യം ഒറ്റ തവണ വന്നുള്ളൂ ഇതുവരെ, ഒറ്റ തവണ. പിന്നെ അത് കൂടി 2 തവണയായി, 3 തവണ, ഇപ്പോൾ ടോട്ടൽ 4 times എൻ്റെ വണ്ടി ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഓടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് ഒരു തവണ ട്രൈ ചെയ്തു, അപ്പോൾ അവിടെ സ്റ്റോക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നിപ്പോൾ വിളിച്ച് റെഡിയാക്കിയിട്ട് കൊണ്ടുപോകാനായിട്ട് റെഡിയായിട്ടിരിക്കുകയാണ്. അപ്പോൾ കൊണ്ടുപോയിട്ട് മാറിയിട്ട് വരണം. എമൗണ്ട് ഒന്നും ആവില്ല, ബട്ട് ഇറ്റ് ഈസ് ഹൈലി ഡിസപ്പോയിൻറ്റിങ്. ബിക്കോസ് ഇത്രയും വലിയൊരു ബ്രാൻഡാണ്, നമ്മൾ ഇത്രയും എമൗണ്ട് കൊടുത്തിട്ട് മേടിക്കുന്നതാണ്. നേരത്തെ ഹിമാലയൻ്റെ കേസിൽ പറഞ്ഞ അത്രയും കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ എനിക്ക് പറയാനുള്ളത്. ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ബിക്കോസ് നമ്മൾ ചുമ്മാ വണ്ടി എടുത്ത് തരുന്നതല്ലല്ലോ. സോ മസ്റ്റായിട്ട് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. ബാറ്ററി ഇഷ്യൂസ് ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് എന്താ പറയുന്നത്, 1-2 പേർക്ക് വരുന്നതല്ല, ഒരുപാട് പേർക്ക് ഇഷ്യൂസ് വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ നേരത്തെ ആ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു, നേരത്തെ വെർഷനിൽ ആ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ വണ്ടിയിൽ, പുതിയ വണ്ടിയിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടില്ലായിരുന്നു. ബട്ട് ഇപ്പോൾ വരുന്നുണ്ട്, നല്ല രീതിക്ക് വരുന്നുണ്ട്. ബിക്കോസ് ഈ ഒരു നിയർലി ഈ ഒരു 8,000 കിലോമീറ്റേഴ്സ് തന്നെയാണ് എല്ലാവർക്കും പ്രശ്നം വരുന്നത്. 10,000 കിലോമീറ്റേഴ്സിനകത്ത് വെച്ചിട്ട് ഈ ഒരു കംപ്ലൈൻറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്റ്റിൽ നോട്ട് ജസ്റ്റിഫയബിൾ. സോ വണ്ടി മേടിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇതും കൂടെ നോട്ട് ചെയ്യുക. സോ ഗൈസ്, നമ്മൾ എന്താ പ്രശ്നമെന്ന് കാണിക്കാൻ പോവാണ്. ഇഗ്നിഷൻ ഓണായി, ഫ്യൂൽ ഇഞ്ചക്ടർ ഓണായി, കണ്ടോ, മീറ്റർ എല്ലാം കത്തുന്നുണ്ട്. DRL ഓണാണ്. ഇൻഡിക്കേറ്റർ നോക്കണേ, ഇൻഡിക്കേറ്റർ വർക്കിംഗ് ആണ്. പക്ഷേ നമ്മൾ ന്യൂട്രലാക്കട്ടെ. സ്റ്റാർട്ടാക്കുമ്പോൾ
ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടാവും. പോയി. ഇത് ഭാഗ്യം പോലെ കേട്ടോ. തീർന്നു. ഇനി വണ്ടി സ്റ്റാർട്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ തള്ളേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സാക്രിഫൈസ് ചെയ്തതാണ്. ഞാൻ റെഡിയായിട്ട് ഇനി ഇതാ ഇവിടെ പിന്നെ ഇറക്കമായതുകൊണ്ട് കുഴപ്പമില്ല, തള്ളി അങ്ങ് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിക്കുന്നു. ബട്ട് ഇരുന്നിരുന്ന് സ്റ്റാർട്ടായതായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വെയിലൊക്കെ അടിക്കുമ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നു. ഭാഗ്യം പോലെ ഇരിക്കും, മൂഡ് പോലെ ഇരിക്കും, അങ്ങനെയൊക്കെ. 2 hours later. വണ്ടി സ്റ്റാർട്ടാവോ ഇല്ലയോ എന്ന് തമ്പുരാന് മാത്രമേ അറിയാവുള്ളൂ. പണി കിട്ടി. വണ്ടി സർവീസ് ഗ്ലൗസൊക്കെ ഇട്ട് ഇറങ്ങിയായിരുന്നു. നോക്കട്ടെ, ഒരു തവണ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. സ്റ്റാർട്ടാവുന്ന ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കുറേ നേരം തള്ളയൊക്കെ ചെയ്തു. ഒടുവിൽ വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അമ്മേ, അബദ്ധവശ പോലും വണ്ടി നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ പണി വിട്ട് പണ്ടാരം മടങ്ങും ഗൈസ്. പോരാത്തതിന് ഞാനിന്ന് പുതിയ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഗ്ലൗസ് എടുത്തിടുന്നത്. വണ്ടി ക്ലച്ച് കൺട്രോൾ അങ്ങനെ പ്രോപ്പറായിട്ട് അല്ലാതെ ആണെങ്കിൽ വണ്ടി എന്തായാലും ഓഫാവും. അപ്പോൾ പണി കിട്ടും. നോട്ട് ടുഡേ ഗൈസ്, പ്ലീസ്. ഓഫാവില്ലേടാ ചക്കരെ? നങ്കുറുമോനെ ഓഫാകല്ലേ. കവാനെ ഓഫാകരുത്. എന്തൊക്കെ സംഭവിച്ചാലും ഓഫാകരുത്. ഗുഡ് ബോയ്, ഗുഡ് ബോയ്. വീട്ടിലെ പോലെ അല്ല. വീട്ടിലാണെങ്കിൽ അച്ഛനുണ്ട് കൂടെ ഹെൽപ്പ് ചെയ്യാൻ. ഇവിടെയാണെങ്കിൽ ദയ തോന്നി ആരെങ്കിലും വരണം. അതുവരെ ഞാൻ ഒറ്റയ്ക്ക് തള്ളേണ്ടി വരും. അതുകൊണ്ട് തന്നെ ചക്കരക്കുട്ട ഒരിടത്ത് ഓഫാക്കല്ലേടാ. ഇനി പോത്തങ്കോടും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വണ്ടി അങ്ങനെ ഓഫാകുന്ന തരത്തിലുള്ള ട്രാഫിക്കൊന്നുമില്ല. എനിക്കിപ്പോൾ എന്താ പേടിയെന്നറിയോ ഗൈസ്? കാര്യം ഇത്രയും നേരം വരെ നമ്മൾ റണ്ണിങ്ങിൽ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അതായത് വണ്ടി സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, പിന്നെ കുഴപ്പമൊന്നുമില്ല. എവിടെയെങ്കിലും നിർത്തിയിട്ടിട്ട് പിന്നെ എടുത്തു കഴിഞ്ഞാലും ബാറ്ററി അത്യാവശ്യം ഓക്കെ ആയിരിക്കും. പക്ഷേ ഇതുവരെ വാർണിംഗ് സൈൻ ഇതിൽ കാണിച്ചിട്ടില്ലായിരുന്നു മീറ്ററിൽ. ഇപ്പോൾ അതാ വാർണിംഗ് സൈൻ കാണിക്കുന്നുണ്ട്. സോ ബാറ്ററി ലെവൽ ഇസ് ക്രിട്ടിക്കലി ലോ ഐ തിങ്ക്. ഓക്കെ ഗൈസ്, ഒന്ന് പേടിച്ചു. നമ്മളിതാ ബാറ്ററിയൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഇത് ചെക്ക് ചെയ്തിട്ടില്ല കേട്ടോ. അവർ യൂണിറ്റ് അതിൻ്റെ ഒരു മീറ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യും കംപ്ലീറ്റ്, എന്തെങ്കിലും എറർ കാണിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നടന്നിട്ടില്ല. അപ്പോൾ അതിനായിട്ട് എൻ്റെ അടുത്ത് ഒരു ദിവസം ഇതുവഴി പോകുമ്പോഴത്തേക്കൊന്ന് കയറാൻ പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട്, വെരിഫൈ ചെയ്യാനായിട്ട്. ബാക്കി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്
പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു മടി കാണിച്ചപ്പോൾ ഞാൻ ഒന്ന് പേടിച്ചു, പണി കിട്ടിയോ എന്ന് തന്നെ വിചാരിച്ചു. പൈസ ഒന്നും ആയിട്ടില്ല, വാറണ്ടി പീരീഡ് ആയതുകൊണ്ട് തന്നെ വേറെ എക്സ്പെൻസസ് ഒന്നുമില്ല. ബട്ട് അവർ ചോദിക്കും കേട്ടോ, നമ്മുടെ കയ്യിൽ വീഡിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കാര്യം വണ്ടി അവിടെ ചെന്നപ്പോഴത്തേക്ക് നല്ല സുന്ദര കുട്ടപ്പനായിട്ടിരിക്കുന്നു. ബിക്കോസ് ഓടിയല്ലോ. അവർ ഇഗ്നീഷനൊക്കെ സ്റ്റാർട്ടാക്കി നോക്കുന്നു, വണ്ടി സ്റ്റാർട്ടാവുന്നു, കുഴപ്പമൊന്നുമില്ല. 3-4 തവണ ചെയ്യുന്നു, വണ്ടി സ്റ്റാർട്ടാകുന്നു. അവസാനം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇനി ഞാൻ കള്ളം പറഞ്ഞ ആ ഒരു അവസ്ഥയിലായി പോയിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ശരിക്കും വണ്ടി സ്റ്റാർട്ടാവാതെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ വീഡിയോ കാണിച്ചു കൊടുത്തു. രാവിലെ എണീക്കുമ്പോൾ ഇവൻ്റെ തനിക്കോണം ഞാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു യെസ്, ആ സൗണ്ട് ഇങ്ങനെ കേട്ടിട്ട് വരുന്നത് ബാറ്ററി പണിയാവുമ്പോൾ തന്നെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. എന്നിട്ട് അവർക്ക് വീഡിയോ റെഫറൻസ് വേണം അയച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതിനായിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എനിക്കൊന്ന് വീണ്ടും സ്റ്റാർട്ടാക്കി നോക്കിയപ്പോഴത്തേക്ക് തനിക്കോണം കാണിച്ചു. അപ്പോഴത്തേക്ക് വീഡിയോ എടുത്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ ചേഞ്ച് ചെയ്തു, ബാറ്ററിയൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പോൾ എല്ലാം മംഗളമായി നടന്നു. വീട്ടിൽ ചെന്നിട്ട് ഇതൊന്ന് വൃത്തിക്ക് കഴുകണം. ഞാൻ ഈ ഗ്ലൗസിൻ്റെ റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഒരു ലോങ് പോകാൻ വേണ്ടി ഇരുന്നതായിരുന്നു, ഗ്ലൗസും ജാക്കറ്റൊക്കെ ഇട്ടിട്ട്. ഇതുവരെയ്ക്കും ആ ജാക്കറ്റൊന്നും ഇട്ടിട്ട് റൈഡ് പോകാൻ പറ്റിയിട്ടില്ല എനിക്ക്. അപ്പോൾ അതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഡുങ്ക്രു ശരിയായ സ്ഥിതിക്ക് ഇനി നമ്മൾ പറയാൻ വിട്ടു കേട്ടോ, ഡുങ്ക്രു എന്നാണ് കേട്ടോ എൻ്റെ വണ്ടിയുടെ പെറ്റ് നെയിം. ഡുങ്ക്രു റെഡി ആയതുകൊണ്ട് നമുക്കിനി ഉടനെ തന്നെ ഒരു ലോങ് ട്രിപ്പ് പോകണം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്ക് തള്ളി എൻ്റെ അടപ്പളവി. ഇതൊരു ക്വിക്ക് വീഡിയോ ആണ്. ബിക്കോസ് എൻ്റെ ഈ ആഴ്ച പോസ്റ്റ് ചെയ്യാനായിട്ട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റ് ഒന്നും ഇല്ല കേട്ടോ. ഇതേ ഉള്ളായിരുന്നു. ഇതും മറ്റേ പ്രതീക്ഷിച്ചിരുന്ന് വന്നതല്ല, ആകസ്മികമായി പണി തന്ന് എനിക്ക് കിട്ടിയതാണ്. അപ്പം ഞാൻ വിചാരിച്ചു നല്ല രീതിക്ക് BMW കൂടെ നോക്കാമെന്ന്. ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് ഇവരെ കണ്ടായിരുന്നു. എൻ്റെ വണ്ടി എടുത്തു തന്ന ബ്രോയിനെ കണ്ടിട്ടുണ്ടായിരുന്നു, വിവേക് ബ്രോയിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു ബാറ്ററി പോയി, 8000 കിലോമീറ്ററായി. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ആദ്യമേ ചോദിച്ചത് എത്ര വർഷമായി എന്നാണ് കേട്ടോ, വണ്ടി എടുത്തിട്ട് എത്ര വർഷമായി എന്നാണ് ചോദിച്ചത് ബാറ്ററി കംപ്ലൈൻറ്റ് പറഞ്ഞപ്പോൾ. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല, 5 മാസം ആയിട്ടുള്ളൂ. പക്ഷേ 8000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ട്. 5 മാസം ആയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവന്മാരൊന്ന് നെറ്റ് ചുളിച്ചായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞില്ല 8000 കിലോമീറ്റേഴ്സ് ഓടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്നുള്ള രീതിയിൽ. ബട്ട് സ്റ്റിൽ 5 മന്ത്സിൽ ബാറ്ററി അടിച്ചു പോകുന്നത് ഭയങ്കര ശോകം കേട്ടോ. ബാറ്ററി ഇഷ്യൂ ഭയങ്കര പണിയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ കുറച്ച് വീഡിയോസ് റെഫർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ആൾക്കാർ പറയുന്നത് വെച്ചാൽ കമൻറ്റ് സെക്ഷനിൽ ഇതേപോലെ കണ്ട് ഞാൻ മെസ്സേജൊക്കെ അയച്ചപ്പോഴത്തേക്ക് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നമ്മളെ എക്സൈഡിൻ്റെ ബാറ്ററി ഇല്ലേ, അത് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലാത്തുള്ള രീതിയിൽ പോവും എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ റെക്കമെൻഡ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ബട്ട് ഐ തിങ്ക് നമ്മൾ വാറണ്ടി പീരീഡ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ എക്സ്റ്റെൻഡഡ് വാറണ്ടി എടുക്കുക. നമ്മൾ സ്ഥിരം ചായ കുടിക്കുന്ന ഒരു കടയുണ്ട് ഗൈസ്, മൈ ഫേവറേറ്റ് ചായക്കട, ചേച്ചിയുടെ കട. ഇതാ തുറന്നിട്ടുണ്ടോ? യെസ്, ഇതോ ആ ചേച്ചിയും ചേട്ടനും കൂടെ നടത്തുന്ന കട കേട്ടോ. അവിടുത്തെ സ്നാക്സിനൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റാണെന്ന് പറയേണ്ടി വരും. സോ ഗായ്സ്, ഞാൻ എന്താ ചായ കുടിക്കുകയാണ്. ഇതാ ആളുണ്ട് കൂടെ. അപ്പോൾ സമാധാനമായിട്ട് ഇരിക്കുകയാണ്. ബിക്കോസ് വണ്ടിയുടെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, സെറ്റായിട്ട് ഇരിക്കുകയാണ്. അങ്ങനെ സമാധാനമായിട്ട് ചായ കുടിക്കും.